കൂട്ടുകാരെ നമസ്കാരം. മുയലുകൾ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്നത് ഓമനത്തം നിറഞ്ഞ മുഖങ്ങളും നീളൻ ചെവികളുമുള്ള ഒരു കൂട്ടം ജീവികളാണ്. മൃഗസ്നേഹികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണിവർ. അവരുടെ ശാന്തമായ സ്വഭാവം, ഭംഗിയുള്ള വലിയ കണ്ണുകൾ, കുഞ്ഞൻ വാൽ എന്നിവയെല്ലാം നമ്മളെ ആകർഷിക്കാറുണ്ട്. പക്ഷേ മുയലുകൾ വെറും ഓമനകളല്ല. കാടുകളിലെ അവരുടെ ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ഇന്ന് നമ്മൾ മുയലുകളുടെ ലോകത്തിലൂടെ ഒരു യാത്ര പോകുന്നു. അവർ എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്താണ് കഴിക്കുന്നത്, എങ്ങനെയാണ് അവയെ വീട്ടിൽ പരിപാലിക്കേണ്ടത് എന്നെല്ലാം നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ലോകത്തിൽ 50-ൽ അധികം ഇനം മുയലുകളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഡച്ച്, ലോപ്പ്, ആൻഗോറ തുടങ്ങി വിവിധ ഇനം മുയലുകൾ ഇന്ന് വീടുകളിൽ വളർത്തുന്നുണ്ട്. മുയലുകളുടെ ശരീരഘടന വളരെ രസകരമാണ്. അവരുടെ നീളമുള്ള ചെവികൾ കേൾവിക്ക് മാത്രമല്ല, ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കാനും സഹായിക്കുന്നു. വേനൽക്കാലത്ത് ഈ ചെവികളിലൂടെ രക്തം ഒഴുകി ശരീരം തണുപ്പിക്കാൻ അവർക്ക് കഴിയും. അവരുടെ ശക്തമായ പിൻകാലുകൾ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാൻ അവരെ പ്രാപ്തരാക്കുന്നു. കൂടാതെ മുന്നിലുള്ള വലിയ പല്ലുകൾ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കും. അതിനാൽ മുയലുകൾ എപ്പോഴും എന്തെങ്കിലും കടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. മുയലുകൾ കൂട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളാണ്. അവർ മണ്ണിനടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി വാറൻ എന്ന് വിളിക്കുന്ന വലിയ കൂടുകൾ നിർമ്മിക്കുന്നു. ഈ കൂടുകൾ അവർക്ക് സുരക്ഷിതമായി കഴിയാനും കുഞ്ഞുങ്ങളെ വളർത്താനും സഹായിക്കുന്നു. അവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നത് ശരീരഭാഷയിലൂടെയും ചെവികളുടെ ചലനങ്ങളിലൂടെയുമാണ്. തലകുനിക്കുകയോ ചെവികൾ അനക്കുകയോ ചെയ്യുന്നതിലൂടെ അവർ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു. മുയലുകളുടെ പ്രധാന ഭക്ഷണം പുല്ല്, ഇലകൾ, പച്ചക്കറികൾ എന്നിവയാണ്. അവരുടെ ദഹന വ്യവസ്ഥ വളരെ സങ്കീർണമായതിനാൽ അവർക്ക് അനുയോജ്യമായ ഭക്ഷണം മാത്രമേ നൽകാവൂ. വീട്ടിൽ വളർത്തുന്ന മുയലുകൾക്ക് മുയൽത്തീറ്റ, പെല്ലറ്റ്സ് നൽകണം. ഇത് അവരുടെ എല്ലാ പോഷക ആവശ്യങ്ങളും നിറവേറ്റും. അതോടൊപ്പം ഫ്രഷായ പുല്ലും ശുദ്ധമായ വെള്ളവും എപ്പോഴും ലഭ്യമാക്കാൻ ശ്രദ്ധിക്കണം. മുയലുകൾ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതും ഫൈബർ കൂടുതലുള്ളതുമായ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. അമിതമായി പഴങ്ങളും മധുരമുള്ള ഭക്ഷണങ്ങളും നൽകുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിനാൽ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ മുയലുകൾക്ക് പുതിയ ഭക്ഷണം നൽകുമ്പോൾ പതിയെ പതിയെ മാത്രം നൽകുക. ഇത് അവരുടെ വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തടയും. ഒരു മുയലിനെ വീട്ടിൽ വളർത്താൻ തീരുമാനിച്ചാൽ ആദ്യം വേണ്ടത് സുരക്ഷിതമായ ഒരു കൂടാണ്. മുയലിന് ഓടാനും ചാടാനും ആവശ്യത്തിന് സ്ഥലം കൂടിൽ ഉണ്ടായിരിക്കണം. കൂടാതെ കൂട് ദിവസവും വൃത്തിയാക്കിയില്ലെങ്കിൽ മുയലുകൾക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുയലുകൾക്ക് വ്യായാമം അത്യാവശ്യമാണ്. അതിനാൽ എല്ലാ ദിവസവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും അവരെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കി ഓടാനും കളിക്കാനും അവസരം നൽകുക. മുയലുകൾ വൃത്തിയുള്ള മൃഗങ്ങളാണ്. അവർ സ്വയം വൃത്തിയാക്കാറുണ്ട്. എങ്കിലും അവരെ പതിവായി പരിശോധിച്ച് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അവർക്ക് നഖം വളരുന്നത് വേഗത്തിലായിരിക്കും. അതിനാൽ കൃത്യമായ ഇടവേളകളിൽ നഖം മുറിക്കുന്നത് ആവശ്യമാണ്. മുയലുകൾക്ക് ഒരുപാട് സ്നേഹവും ശ്രദ്ധയും ആവശ്യമാണ്. അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും പതിവായി ഓടാനും ചാടാനും അവസരങ്ങൾ നൽകുകയും ചെയ്യുക. മുയലുകൾക്ക് മനുഷ്യരുമായി പെട്ടെന്ന് ഇണങ്ങാൻ കഴിയും. അവ വളരെ സൗഹൃദപരമാണ്, ഒപ്പം വിശ്വസ്തരുമാണ്. ഒരു നായയെപ്പോലെ പരിശീലനം നൽകാൻ കഴിയില്ലെങ്കിലും ചില അടിസ്ഥാന കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, അവരുടെ പേര് വിളിക്കുമ്പോൾ വരാൻ പഠിപ്പിക്കാം. മുയലുകളെ വളർത്തുന്നത് കുട്ടികളിൽ ഉത്തരവാദിത്ത ബോധം വളർത്താനും മൃഗങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനും സഹായിക്കും. എല്ലാ വളർത്തുമൃഗങ്ങളെയും പോലെ മുയലുകൾക്കും രോഗങ്ങൾ വരാം. അതിനാൽ പതിവായി ഒരു മൃഗഡോക്ടറെ കാണിക്കുന്നതും ആവശ്യമായ പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുന്നതും ആവശ്യമാണ്. ഓർക്കുക, ഒരു വളർത്തുമൃഗത്തെ തിരഞ്ഞെടുക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. മുയലുകൾ വെറും ഓമനകൾ മാത്രമല്ല, അവർ നമ്മുടെ ജീവിതത്തിന് സന്തോഷം നൽകുന്ന അത്ഭുത ജീവികളാണ്. അവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് മുയലുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിച്ചുവെന്ന് കരുതുന്നു. മുയലുകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.